അമേരിക്കയുമായുള്ള നാവിക ഏറ്റുമുട്ടൽ അതിരൂക്ഷമായി തുടരുന്നതിനിടെ യുഎസിനും സഖ്യകക്ഷികൾക്കും കടുത്ത മുന്നറിയിപ്പുമായി ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി രംഗത്ത്. ശത്രുക്കൾക്ക് കൈപ്പേറിയ പരാജയങ്ങൾ സമ്മാനിക്കാൻ ഇറാൻ നാവികസേന സജ്ജമാണെന്ന് അദ്ദേഹം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുകയായിരുന്നു. പിതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ വിയോഗത്തിന് പിന്നാലെ ഇറാന്റെ പരമോന്നത പദവിയിലെത്തിയ മുജ്തബ ഖമനേയി തന്റെ പതിവ് രീതിയിൽ എഴുതി തയ്യാറാക്കിയ സന്ദേശമാണ് ഇത്തവണയും പുറത്തുവിട്ടത്. സ്ഥാനമേറ്റെടുത്ത ശേഷം ഇതേവരെ അദ്ദേഹം പൊതുവേദിയിലോ ദൃശ്യമാധ്യമങ്ങളിലോ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇറാന്റെ സൈനിക കരുത്തിനെ മുജ്തബ പ്രശംസിച്ചു. രാജ്യത്തെ ഭൂപ്രദേശം, ജലം, പതാക എന്നിവ സംരക്ഷിച്ചതിനായിരുന്നു സൈനികർക്ക് പ്രശംസ. അതേസമയം അമേരിക്കൻ സയനിസ്റ്റ് സഖ്യത്തെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. അവിശ്വാസത്തിന്റെയും അഹങ്കാരത്തിന്റെയും രണ്ട് മുൻനിര സൈന്യങ്ങളുടെ ബലഹീനത ഇറാൻ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി. ഇറാന്റെ ഡ്രോണുകൾ ശത്രുവിന് മേൽ മിന്നൽ പിണർ പോലെ പതിക്കുന്നത് പോലെ നാവികസേനയും പുതിയ തിരിച്ചടികൾക്ക് തയ്യാറെടുക്കുകയാണെന്ന് മുജ്തബ ഖമനേയി പ്രസ്താവനയിൽ വ്യക്തമാക്കി. പുതിയ പ്രസ്താവനകൾ ഇറാൻ പുറത്തുവിടുമ്പോഴും ഹോർമൂസ് കടലിടുക്കിലെ സ്ഥിതി രൂക്ഷമായി തുടരുകയാണ്. ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ യുഎസ് ഏർപ്പെടുത്തിയ ഉപരോധം ഇതുവരെ നീക്കാൻ തയ്യാറായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ വീണ്ടും അടച്ചു. ലബനാൻ വെടിനിർത്തലിന് പിന്നാലെ നിയന്ത്രണം നീക്കുമെന്ന് അറിയിച്ചെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ നിലപാട് മാറ്റുകയായിരുന്നു. ഹോർമൂസ് വഴി കടന്നുപോകാൻ ശ്രമിച്ച കപ്പലുകൾക്ക് നേരെ ഇറാൻ ഗൺബോട്ടുകൾ വെടിയുതിർത്തതായും UK മാരിടൈം ഏജൻസി സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് ചരക്കു കപ്പലുകൾ കടൽ പാതയിൽ നിന്നും പിന്തിരിയുന്നതായാണ് കപ്പൽ ട്രാക്കിംഗ് ഡേറ്റകൾ സൂചിപ്പിക്കുന്നത്. ഇറാനെതിരായ സൈനിക കടന്നുകയറ്റത്തിന് അമേരിക്കയും ഇസ്രയേലും ഉത്തരവാദികളാണെന്നും ഇരു രാജ്യങ്ങളും കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാകണമെന്നും ഇറാൻ ജുഡീഷ്യറി മേധാവി ഗുലാം ഹൊസൈൻ മൊഹ്സിനി പറഞ്ഞു. ഇരു രാജ്യങ്ങളും നടത്തിയ ആക്രമണത്തിന്റെ ഫലമായുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹാരം കാണണമെന്നും ഇറാൻ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. മുതിർന്ന ജുഡീഷ്യറി ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര നിയമപ്രകാരം അമേരിക്കയെയും ഇസ്രയേലിനെയും അപലപിക്കുന്നതിനുള്ള നിയമപരമായ കാരണങ്ങൾ കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചതായാണ് വിവരം. പ്രകോപനമില്ലാതെ ഇറാനെതിരെ നടത്തിയ സൈനിക നീക്കത്തിനിടെ കുട്ടികളെയും സിവിലിയന്മാരെയും കൊലപ്പെടുത്തുകയും ആശുപത്രികൾ, സ്കൂളുകൾ, സർവകലാശാലകൾ, ജനവാസ കേന്ദ്രങ്ങൾ എന്നിവ ആക്രമിക്കുകയും ചെയ്തതിലൂടെ ഇരു രാജ്യങ്ങളും യുദ്ധക്കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് മോസിനി ആരോപിച്ചു. 1949 ജനീവ കൺവെൻഷനുകളും അതിന്റെ അനുബന്ധ പ്രോട്ടോകോളുകളും ലംഘിച്ചതിനു പുറമെ സായുധ പോരാട്ടങ്ങളുടെ അന്താരാഷ്ട്ര നിയമങ്ങളും ഈ രാജ്യങ്ങൾ ലംഘിച്ചെന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. ഇറാനിയൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര കോടതികളെയും നിയമവേദികളെയും സമീപിക്കാൻ ഇറാൻ അധികൃതർ പരമാവധി ശ്രമിക്കുമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാന്റെ ഭൗതികവും ധാർമ്മികവുമായ അവകാശങ്ങൾ ലംഘിച്ച ഈ രാജ്യങ്ങളെ വെറുതെ വിടില്ലെന്നും അന്താരാഷ്ട്ര തലത്തിൽ അവരെ ശിക്ഷിക്കുന്നതിനും നഷ്ടപരിഹാരം ഈടാക്കുന്നതിനുമുള്ള നടപടികൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര ഫോറങ്ങളിലൂടെയും മനുഷ്യാവകാശ സംവിധാനങ്ങളിലൂടെയും നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ഇറാന്റെ അവകാശം നിലനിൽക്കുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചതായി ഇറാനും അറിയിച്ചു. യുഎസിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് നടപടിയെന്ന് ഇറാൻ വിശദീകരണം നടത്തി. യുഎസ് ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഉടൻ പിൻവലിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ രണ്ടാം വട്ട സമാധാന ചർച്ച ഉപേക്ഷിക്കുമെന്ന മുന്നറിയിപ്പും നൽകി. വരണ്ട ചർച്ചകൾക്കായി സമയം നഷ്ടപ്പെടുത്താനില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഇക്കാര്യം മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാനെ അറിയിച്ചതായും ഇറാൻ വ്യക്തമാക്കി. ഹോർമൂസ് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങുകയാണെന്നാണ് ഇറാന്റെ IRGC ഇന്ന് പ്രഖ്യാപിച്ചത്. ഉപരോധം എന്ന പേരിൽ യുഎസ് കടൽക്കൊള്ളയും മോഷണവുമാണ് നടത്തുന്നത് എന്ന് IRGC ആരോപിച്ചു. ഇക്കാരണത്താൽ ഹോർമൂസ് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങുമെന്നും അറിയിച്ചിരുന്നു. കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ സായുധ സേനയുടെ കർശനമായ നിയന്ത്രണത്തിലായിരിക്കും. ഇറാനിലേക്കുള്ളതും ഇറാനിൽ നിന്നുള്ളതുമായ കപ്പലുകൾക്ക് പൂർണ്ണ സഞ്ചാര സ്വാതന്ത്ര്യം യുഎസ് അനുവദിക്കും വരെ ഹോർമൂസിലെ സ്ഥിതി തുടരുമെന്നും IRGCയുടെ ജോയിന്റ് മിലിറ്ററി കമാൻഡ് പറഞ്ഞു. പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് അടച്ചിട്ട ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തുറന്നത് വലിയ ആശ്വാസമായി മാറിയിരുന്നു. ലബനനിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെയായിരുന്നു നടപടി. എല്ലാ വാണിജ്യ കപ്പലുകൾക്കും വെടിനിർത്തൽ ധാരണ നിലനിൽക്കുന്ന കാലയളവിൽ ഹോർമൂസിലൂടെ നിയന്ത്രണമില്ലാതെ കടന്നു പോകാമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഹോർമൂസ് ഇറാൻ തുറന്നെങ്കിലും യുഎസിന്റെ സൈനിക ഉപരോധം തുടരുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇതിൽ ഇറാൻ ശക്തമായ പ്രതിഷേധവും അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തുറന്നതിന് 24 മണിക്കൂറിനുള്ളിൽ ഇറാൻ ഹോർമൂസ് വീണ്ടും അടച്ചത്. അന്താരാഷ്ട്ര ഊർജ്ജ ഗതാഗതത്തിൽ അതിനിർണായകമായ ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങൾ ലോകമാകെ ഊർജ്ജ പ്രതിസന്ധിക്ക് വരെ കാരണമായിരുന്നു. ഇത് വീണ്ടും സാഹചര്യങ്ങളെ കൂടുതൽ വഷളാക്കാനുള്ള സ്ഥിതിയിലേക്ക് നയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.